ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു കല്യാണത്തിന് പോയാലോ? എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച കൊച്ചിൻ്റെ കല്യാണമാണ്. എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ ഇപ്പം കെട്ടണേ ഉള്ളൂ. നമ്മളിവിടെ കൊച്ചുമായി. അപ്പം പോയത് ഭരതന്നൂർ വെച്ചായിരുന്നു കല്യാണം. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പോയി അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് 10 നുണയൊക്കെ പറയാനുള്ളത് കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. പിന്നെ ആഹാരം കണ്ടപ്പോഴാണ് വീഡിയോ ഒരു കാര്യം ഓർത്തത്. പിന്നെ ഞാൻ തരുന്നൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. പായസവും ഞാൻ വീട്ടിലെല്ലാം പറക്കി കുടിച്ചിട്ടുണ്ട്. അങ്ങനെ പായസമൊക്കെ കുടിച്ച് ചോറൊക്കെ തിന്നിട്ട് ഒരു 5 മിനിറ്റ് വിശ്രമമല്ല, ചോറ് തിന്നു മുമ്പ് 10 പേരെ നുണ പറഞ്ഞായിരുന്നു. അത് ബാക്കിയുടെ പറഞ്ഞ് തീർക്കണമായിരുന്നു. കുറേ നാളായില്ലേ കണ്ടിട്ട്. അങ്ങനെ നുണയൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ പെണ്ണതോ അങ്ങ് അവള് യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ്. അപ്പം ഞാൻ അതിന് മുമ്പ് നമ്മൾ അവളോട് നിന്ന് ഫോട്ടോ എടുത്തൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ മറന്നുപോയല്ലോ. അങ്ങനെ അവളും പോയി. നമ്മൾ പോകാനായിട്ട് ഇറങ്ങാനിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു, അയ്യോ എൻ്റെ സാരി എടുത്തൊരു സെൽഫി എടുത്തില്ല. പിന്നെ അത് വീഡിയോ ആയി. അങ്ങനെ എടുത്തിട്ട് എന്തേലും ചെയ്ത് നേരെ തിരിച്ചു വന്നു. അപ്പോൾ ദുഃഖൂസ് 2 ദിവസം കൊണ്ട് ഇവിടെ ഇല്ല. അവൻ അങ്ങ് എൻ്റെ വീട്ടിലോട്ട് പോയിരുന്നു. അങ്ങനെ എൻ്റെ താത്താടെ വീട്ടിൽ പോയി. അങ്ങനെ ഞാൻ തിരിച്ച് ബസ്സിലാണ് വന്നത്. ബസ്സിൽ വന്ന് അപ്പോൾ ബസ്സിൽ 2 കാഴ്ചയൊക്കെ കണ്ടപ്പോൾ ഞാൻ അതെടുത്തു. പക്ഷെ അതൊന്നും കിട്ടിയില്ല. അതൊക്കെ പോയി. പിന്നെ കാടും മൂടുമൊക്കെ കിട്ടിയുള്ളൂ, കടകളും കിട്ടി. അതെൻ്റെ ഇവിടെ വന്നിട്ട് ഞാനും ഇക്കായും കൂടെ ബൈക്കിൽ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അതും കഴിഞ്ഞ് ദുഃഖുവിനെ വിളിക്കാനായിട്ട് അങ്ങ് താത്താരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ബൈക്കിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇത്തിരി ഷോ കാണിക്കാൻ, നിങ്ങളെ കാണിക്കാമെന്നും പറഞ്ഞ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട്, പിന്നെ എനിക്ക് ഉള്ളിവട വേണ്ട, അപ്പോൾ ഉള്ളിവട വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 5-6 ഉള്ളിവടയും പരിപ്പുവടയൊക്കെ മേടിച്ചിട്ട് നമ്മൾ ദുഃഖുവിനെ വിളിച്ച് തിരിച്ചു വന്നു. ബൈ.